സ്വാഗതം. സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് സഹപാഠികളും സുഹൃത്തുക്കളുമൊക്കെയായി ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വഴക്കുമൊക്കെ ഉണ്ടാകാം. അത് വ്യക്തിപരമായ വിരോധത്തിലേക്ക് വഴിമാറിയാൽ ഒരുപക്ഷെ അത് പഠനത്തെയും ജീവിതത്തെയും ഒക്കെ ബാധിക്കാം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചത് അതാണ്. ഉറ്റ സുഹൃത്തുക്കളായ 4 പെൺകുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണ് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ കലാശിച്ചത്. ഒടുവിൽ സുഹൃത്തുക്കളായ 3 പെൺകുട്ടികൾക്ക് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകുന്നു. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ 3 സഹപാഠികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. നിരന്തര പീഡനം ഇവരിൽ നിന്നും അമ്മു നേരിട്ടിരുന്നുവെന്ന് കുടുംബം ന്യൂസ് 18നോട് പറഞ്ഞു. കൊലപാതകമാണെന്ന് അന്വേഷണത്തിൽ തെളിയുമെന്നും കോളേജ് അധികൃതർ യാഥാർത്ഥ്യം മൂടിവെക്കുകയാണെന്നും കുടുംബം ആരോപിക്കുന്നു. ഈ പോയത് അമ്മു പറഞ്ഞതിനെ തുടർന്ന് ഉണ്ടായ ഒരു ഈ സെക്കൻഡ് ഷോയ്ക്ക് പോയ കാര്യം ക്ലാസ് ടീച്ചറിനെ അമ്മു അറിയിച്ചതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാണ്. പിന്നെ അതാണ് തുടക്കം. പിന്നെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ഈ അഞ്ജന എന്ന് പറയുന്ന കുട്ടി അവിടുത്തെ ഹോസ്റ്റലിലെ പഴയ ലീഡറാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവളുടെ റൂം തല്ലി തുറന്ന് കയറി ഇവളെ പിടിച്ചൊലിക്കുക എന്തൊക്കെയോ ചെയ്തു ഇവളെ. എന്നിട്ട് നീ ആരെ എന്തോ രാജ്ഞിയാണെന്ന് ആ ടോണിൽ എന്തൊക്കെയോ സംസാരിച്ചു. നീ ഫുഡ് എല്ലാവരും കഴിക്കാൻ പറ്റുന്നത് നിനക്ക് മാത്രം എന്താണ്, നീ വന്ന് ഒപ്പിട്ടാൽ എന്താണ് എന്ന് പറഞ്ഞ് ഒരുപാട് ഹരാസ് ചെയ്തു. ഇതാണ്ട് അമ്മു അവർ വിളിക്കുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവളെ പേടിച്ചാണ് ചെന്നത് വാഷ്റൂമിൻ്റെ അവിടെ ഇട്ട് അവരുളെ ഉപദ്രവിച്ചു. അവൾ ഓടി. അന്നേരം ഈ ആശയാണ് കയറി പിടിച്ചത് ഈ മറ്റുള്ള അടിക്കാനായിട്ട്. അന്നേരം ഓടി ചെന്ന് ക്ലാസ് ടീച്ചറുടെ റൂമിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് വീണ്ടും മുളപിടിയിലെന്നും പറഞ്ഞിട്ട് ഇവളങ്ങ് വളരെ പാനിക്കായിരുന്നു. കാരണം ഒരു 10-21 വയസ്സുള്ളൊരു കുട്ടിയല്ലേ. അന്നേരം ഇത് 3 പേരും കൂടി ഇങ്ങനെ നിരന്തരം അവളെ വേട്ടയാടുന്നുള്ളൊരു പദം വേണമെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അന്നേരത്തേക്ക് ഇവരെ ചെന്ന് വാൺ ചെയ്ത് ആ ഇഷ്യൂ അങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇവരുടെ ലോഗ് ബുക്ക് ഈ അലീനയുടെ ഓരോ ദിവസം ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ്. അലീനയുടെ ലോഗ് ബുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ്സിൽ രാവിലെ ലോഗ് ബുക്ക് കണ്ടില്ല എന്ന് പറയുമ്പോൾ ടീച്ചർ പറഞ്ഞ് എല്ലാവരുടെയും ഇതൊന്ന് നോക്കണം, ആരുടെയെങ്കിലും ഇനിയിപ്പം മറന്നു വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരി. ആക്ച്വലി ഈ ലോഗ് ബുക്കൊന്നും പോയിട്ടില്ലായിരുന്നു. ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യായിരുന്നു ഈ അലീനയും അഞ്ജനയും കൂടെ. അത് ഈ അമ്മുവിനെ കൊടുക്കാനായിട്ട് ചെയ്തതാണ്. അന്നേരം ഞാൻ അമ്മുവിൻ്റെ അടുക്ക് ഈ വിഷയമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട്, മക്കളെ വാഷ്റൂമിൽ പോയാലും ഈ ലോക്ക് ചെയ്തിട്ടേ പോകാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇവളുടെ അമ്മയും പറഞ്ഞിട്ടുണ്ട് ഫ്രൈഡേ അന്നേരം ഇവള് ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഇവർ രണ്ടും കൂടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഇവൾ റൂം തുറന്നപ്പോഴത്തേക്ക് ഇവളെ തള്ളി മാറ്റി റൂമിനകത്ത് കയറി ഇവളുടെ ബാഗും എല്ലാം വലിച്ചു വാരി നിലത്തിട്ട്. പക്ഷേ ലോഗ് ബുക്കൊന്നും കണ്ടില്ല. അത് വിളിച്ച് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഇനി എനിക്ക് വയ്യ. ഞാൻ അന്നേരം പ്രിൻസിപ്പളിനെ വിളിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞ് നമുക്ക് അവരുടെ പേരൻസിനെയും കൂടെ വിളിപ്പിച്ച് ഇനി ഇത് തുറന്നു പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. ഫോൺ എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ആദ്യമേ അതിൻ്റെ ലോക്കെല്ലാം മാറ്റി വെച്ചിരുന്നു. അത് പോലീസിൻ്റെ സാറിനോട് ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയപ്പോൾ അങ്ങനെയായിരുന്നു തന്നെയാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഴുതിയ ഒരു കാര്യം അമ്മു എഴുതിയെന്ന് പറഞ്ഞിട്ട് അത് അമ്മു എഴുതിയതല്ല. കാരണം ഇവിടുന്ന് എഴുതിയ ഞാനിപ്പം അമ്മുവിൻ്റെ പഴയ ഈ BSc നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് ഞാൻ പോയ സമയത്ത് അമ്മുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒരു സൈഡിലോട്ട് ചെരിഞ്ഞൊരു അങ്ങനെ ഒരു സ്റ്റൈൽ പോലെയാണ് ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അതിനകത്ത് എഴുതി വെച്ചിരുന്നു. പക്ഷേ അത് അമ്മുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് തന്നെ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കുട്ടികൾ ആ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരിതിനു മുമ്പ് എന്താ പറയുക അവരുടെ പഴയ കംപ്ലയിൻസും അതുപോലെ ബാക്കിയുള്ള അതിൻ്റെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പേപ്പേഴ്സായിട്ട് അവർ അടുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മു ആണെന്നെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഓരോ പ്രാവശ്യവും അവർ ഇല്ലാത്ത കുറ്റത്തിനെല്ലാം ചുമ്മാ പറയുന്നു, കളിയാക്കുന്നു, അതിലൊരു കുട്ടി അടിക്കാൻ വന്നു എന്നുള്ള കാര്യം ഇതെല്ലാം എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ തെളിവുകളെല്ലാം വെച്ചിട്ട് അവരെ ഉറപ്പായിട്ടും എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇന്നും നാളെയായിട്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത്രയും ഇതാക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും അതുപോലെ തന്നെ ഭയങ്കര സമാധാനവും എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഡാൻ കുര്യനും ശശിനാരായണനും ചേരുന്നുണ്ട്. ആദ്യം ഡാൻ കുര്യനിലേക്കാണ്. ഡാൻ, കുടുംബത്തിന് അമ്മുവിൻ്റെ കുടുംബം ഇപ്പോഴും അമ്മുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വലിയ വേദനയുണ്ട്. മകളെ
നഷ്ടപ്പെട്ടതിൻ്റെ വലിയ ദുഃഖത്തിലാണ് ആ മാതാപിതാക്കൾ അവിടെ കഴിയുന്നത്. ഈ കേസിൽ അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 3 സഹപാഠികൾക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷെ കുടുംബം ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കാനുള്ള കാരണം എന്താണ്? പ്രധാനമായി ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ അതായത് അമ്മുവിൻ്റെ സഹോദരൻ അഖിൽ സജീവാണ് ഇങ്ങനെയൊരു ആരോപണം രാവിലെ നമ്മളോട് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പോലീസിന് മുമ്പിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായി മുമ്പോട്ട് വെക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഉയരമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പേടിയുള്ള ആളായിരുന്നു അമ്മു. നേരത്തെ മുതൽ തന്നെ അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരാൾ പെട്ടെന്ന് അങ്ങനെ കയറി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഈ സഹോദരൻ വ്യക്തമാക്കുന്നത്. കുടുംബവും ആ ഒരു ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കേവലം ഒരു വൈകാരികമായ പ്രതികരണത്തിന് അപ്പുറത്തേക്ക്, വൈകാരികമായി ആ കുടുംബാംഗങ്ങൾ നടത്തുന്ന പ്രതികരണത്തിന് അപ്പുറത്തേക്ക് ഇപ്പോൾ അത്തരത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ സംഭവം ഉണ്ടായിട്ട് ഒരാഴ്ച പിന്നിടുന്ന സാഹചര്യം. അതിനിടയിൽ നിലവിൽ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കഴിഞ്ഞ ദിവസം ഈ 3 പേരെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ഇന്ന് രാവിലെ ഈ 3 സഹപാഠികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലമുണ്ടായിരിക്കുന്നത്. പോലീസിന് മുമ്പിൽ 2 കാര്യങ്ങളിലാണ് ഈ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇനി വ്യക്തമായ അന്വേഷണം നടത്തേണ്ടത്. അതിൽ ഒന്ന്, ഈ എത്ര നാളായി ഇങ്ങനെ തുടർച്ചയായി മാനസികമായ പീഡനം അമ്മു നേരിട്ടു ഇരുന്നു എന്ന് കുടുംബം പറയുന്നു. അതുമായി ബന്ധപ്പെട്ട പരാതി കോളേജ് അധികൃതർക്ക് കൈമാറിയിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയ ഇടപെടൽ നടത്തുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊരു അമ്മുവിനെ ഈ വീണ നിലയിൽ കണ്ടെത്തുന്നു, അതിനുശേഷം കൃത്യമായി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? 2 ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഈ കുടുംബം ഇന്നടക്കം നമ്മളോട് പങ്കുവെച്ചത്. അതായത് തിരുവല്ലയിലടക്കം വലിയ എല്ലാ സംവിധാനങ്ങളുമുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി. അതോടൊപ്പം ഈ 2 ആക്ഷേപങ്ങൾക്കൊപ്പം ഈ കുടുംബത്തിന്റെ സഹോദരന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ മൂന്നാമതൊരു കാര്യമുണ്ട്. തെളിവ് നശിപ്പിക്കാൻ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടായി. മാത്രമല്ല, ഒരു കത്ത് അമ്മു എഴുതിയതെന്ന് പറയുന്ന കത്തിലെ കൈയക്ഷരം അത് അമ്മുവിൻ്റെതല്ല എന്ന് പറയുന്നു. ഫോൺ അൺലോക്ക് ചെയ്താണ് പോലീസിന് കൈമാറിയതെന്ന് പറയുന്നു. അങ്ങനെ ഇത് കോളേജ് അധികൃതരുടെ ഭാഗത്താണോ അതോ ഈ ആരോപണ വിധേയരായിട്ടുള്ള കുട്ടികളാണോ ഈ രീതിയിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയത്? എന്താണ് ഈ കുടുംബം ആരോപിക്കുന്നത്? അത് സംബന്ധിച്ച പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന വിശദാംശങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ കുടുംബം പറയുന്നത് ഫോൺ ലോക്ക് ചെയ്താണ് എപ്പോഴും അമ്മു സൂക്ഷിച്ചിരുന്നത്. അത് കൃത്യമായി തങ്ങൾക്ക് അറിവുള്ള കാര്യമാണെന്ന് സഹോദരനടക്കം നമ്മളോട് വ്യക്തമാക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഈ ഫോൺ കാണിക്കുന്നു. അപ്പോൾ ആ ഫോൺ അൺലോക്കായ നിലയിലായിരുന്നു. ആരാണ് ലോക്ക് മാറ്റിയത് എന്ന കാര്യം അവർക്ക് അറിയത്തില്ല. ഫോൺ അവരുടെ കൈവശം ലഭിക്കുമ്പോൾ തന്നെ അൺലോക്കായിട്ടാണ് ഫോൺ ഇരുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ ഈ സഹോദരൻ അഖിൽ സജീവനെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ, ഡോക്യുമെന്റുകൾ അതെന്തെങ്കിലും തരത്തിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിലവിൽ പോലീസിന്റെ അന്വേഷണ സംവിധാനങ്ങളിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് റിട്രൈവ് ചെയ്യുന്നതിനുള്ള സംവിധാനം പോലീസിലുണ്ട്. അതുകൊണ്ട് ഫോണിൽ നിന്നുള്ള രേഖകൾ പൂർണ്ണമായി അങ്ങനെ നശിപ്പിച്ച് കളയാൻ കഴിയില്ല. കാരണം അതിനുള്ള സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ സജ്ജമാണ്. അതിനപ്പുറത്തേക്ക് ഈ ഹാൻഡ് റൈറ്റിംഗ്, അതായത് ഈ അമ്മു സജീവിൻ്റെതായി പുറത്തു വരുന്ന ആ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യം അത് അമ്മു എഴുതിയതല്ല, അമ്മു അങ്ങനെ എഴുതിയിട്ടില്ല, അത് മറ്റാരോ എഴുതിയതാണ് എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം അമ്മുവിൻ്റെ കൈയക്ഷരം അങ്ങനെയല്ല എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിൽ അമ്മു നേരത്തെ എഴുതിയിരുന്ന ബുക്കുകൾ, ഹാൻഡ് റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റുകൾ അതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. അത് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആരാണ് ഈ കേസിൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചത്? ബോധപൂർവമായ ഒരു ശ്രമം കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ഈ 3 വിദ്യാർത്ഥികളെ, 3 സഹപാഠികളെ രക്ഷിക്കുന്നതിന് വേണ്ടി കോളേജിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ 2 തരത്തിൽ അന്വേഷണം നടക്കുന്നു. ഒന്ന്, പോലീസ് നടത്തുന്ന അന്വേഷണം. അതിനപ്പുറത്തേക്ക് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ തന്നെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി വിശദമായി അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷമാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കൂടി തേടുന്നത്.
അതിനുശേഷം അദ്ദേഹം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ കോളേജിനെതിരെ നടപടികൾക്ക് ശുപാർശ ചെയ്യുമോ, ഏതെങ്കിലും കോളേജ് അധികൃതർക്കെതിരെ അത്തരത്തിൽ നടപടികൾക്ക് ശുപാർശ ചെയ്യുമോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ 3 സഹപാഠികളുടെ പേരിൽ തീർച്ചയായും ഈ കുടുംബം ആരോപിക്കുന്ന പോലെ അങ്ങനെ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഡാൻ, അതോടൊപ്പം ഈ സംഭവം നടന്ന അമ്മുവിന്റെ മരണം നടന്ന ഏകദേശം ഏതാണ്ട് ഒരാഴ്ചയോളം അടുത്തു ഈ പ്രതികളിലേക്ക് എത്താൻ, പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ. ഇത്രയധികം ദിവസം എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിയത്? കുടുംബത്തിന് ഈ വിഷയത്തിലാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷേപം ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിനോടകം ഒരു വീഴ്ചകളും സംഭവിച്ചിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന DYSP അടക്കം കൃത്യമായി അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വളരെ പ്രോപ്പറായി തന്നെയാണ് കേസിന്റെ അന്വേഷണം നടത്തുന്നത് എന്നാണ് കുടുംബാംഗങ്ങൾ തന്നെ ഈ അമ്മു സജീവന്റെ പിതാവും സഹോദരനും അടക്കം രാവിലെ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ അവർക്കൊരു സംശയങ്ങളുമില്ല. പക്ഷേ അതോടൊപ്പം അവർ ചേർത്ത് വെക്കുന്ന കുറച്ച് ആക്ഷേപങ്ങൾ കൂടിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ അന്വേഷണം 3 പേരിൽ മാത്രമായി ഒതുങ്ങുമോ എന്നൊരു സന്ദേഹമാണ് അവരുടെ വാക്കുകളിൽ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ അപകടം സംഭവിച്ച കാര്യം ഈ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നതിലടക്കം ബോധപൂർവമായ വീഴ്ചയാണോ കോളേജ് അധികൃതർ വരുത്തിയിരിക്കുന്നത് എന്ന തരത്തിലേക്ക് കൂടി അന്വേഷണം നീളണം. അതിനപ്പുറത്തേക്ക് ഈ സഹോദരൻ തന്നെ പറയുന്നത് പോലെ ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന തരത്തിൽ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൂടി പോലീസിന്റെ അന്വേഷണം അവർ എല്ലാ ദിശയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. ഒരു പക്ഷേ ഈ അറസ്റ്റ് രേഖപ്പെടുത്താൻ ഇത്രയധികം ദിവസം വൈകിയത് കൃത്യമായ തെളിവുകൾ അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം. കാരണം കോടതിയിൽ അതവർക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് കൃത്യമായി കൈവശപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രം അറസ്റ്റ് മതി. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റിലേക്ക് കടുത്ത നടപടികളിലേക്ക് നീങ്ങിയാൽ മതി എന്നൊരു നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തിയതായിരിക്കാം. എന്തായാലും കുടുംബം പോലീസിന്റെ നടപടിയിൽ പൂർണ്ണ തൃപ്തരാണ്. അവർ പൂർണ്ണ പ്രതീക്ഷയോടെയാണ് പോലീസിന്റെ നടപടികളെ നോക്കിക്കാണുന്നത്. ഇനി ഏത് ദിശയിലേക്കായിരിക്കും അന്വേഷണം നീളുന്നത് എന്ന് കാത്തിരിക്കുകയാണ് എന്നാണ് കുടുംബാംഗങ്ങൾ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഡാൻ, അതോടൊപ്പം അല്പസമയത്തിനകം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അല്പസമയത്തിനകം ഈ 3 പെൺകുട്ടികളെയും കോടതിയിൽ ഹാജരാക്കുമെന്നാണ്. ഈ പെൺകുട്ടികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നുണ്ടോ? അതോടൊപ്പം ഇവരെ കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്യാനായി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിശദാംശങ്ങളൊന്നും എനിക്ക് ലഭ്യമായിട്ടില്ല. അത്തരം സൂചനകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും സ്വാഭാവികമായി നിയമപരമായ നടപടികളുമായി ഈ 3 സഹപാഠികളുടെ കുടുംബാംഗങ്ങൾ അവരും ആ തരത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങളെ നോക്കിക്കാണുക. അത്തരത്തിലൊരു നീക്കം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിനപ്പുറത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യണമെന്നൊരു ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, എപ്പോഴാണ് ഈ 3 പെൺകുട്ടികളെയും കോടതിയിൽ ഹാജരാക്കുന്നത്? പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നുണ്ടോ? കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഈ 3 പേരിൽ നിന്നും തേടേണ്ടതുണ്ടോ ഇനി പോലീസിനെ? ടോം, ഈ 3 അറസ്റ്റിലായ 3 സഹപാഠികളെയും അല്പസമയത്തിനകം പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കും. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് സാധ്യതയാണ് നമുക്കറിയുന്നത്. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നുള്ളതാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ദുരൂഹത ഉള്ള ഒരു മരണമായി ബന്ധപ്പെട്ടാണ് ഈ ആത്മഹത്യ കാണുന്നത്. വിശദമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ വേണം. വീട്ടുകാരുടെ അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടന അടക്കമുള്ള ആവശ്യം അതാണ്. കാരണം ഈ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥി സംഘടനകളൊപ്പം കുടുംബവും ഉള്ളത്. അതുകൊണ്ട് ഒരു വിശദമായ അന്വേഷണം, കൃത്യമായ മൊഴിയെടുത്ത് കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് പോലീസിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കസ്റ്റഡി അപേക്ഷ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും 3 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലുള്ള പത്തനാപുരം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി അഷിത, അയർക്കുന്നം സ്വദേശി അഞ്ജന എന്നിവരാണ് ഈ സഹപാഠികളായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അവർ അല്പസമയത്തിനും തന്നെ പത്തനംതിട്ട കോടതിയിൽ കൊണ്ടുവരും. മറ്റൊരു കാര്യം എടുത്തു പറയുന്ന മറ്റ് 6 പേര് കൂടി ഈ കുട്ടിയുടെ മാനസികമായി പീഡിപ്പിക്കുന്ന ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട്, സൂചനയുണ്ട്. അത്തരം ഈ ചോദ്യം ചെയ്യലും അവരെ ചോദ്യം ചെയ്ത സമയത്താണ് ഇത്തരം കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടി കൂടുതൽ പേരിലേക്ക് ഈ അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്താൻ സാധ്യതയുണ്ട്. ആ കാര്യം കൂടി പോലീസ് പരിഗണിക്കുന്നുണ്ട്. എന്തായാലും ഈ 3 പേരും അല്പസമയത്തും തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചത്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ്
അമ്മു സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശശിനാരായണൻ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ശശിനാരായണൻ, അങ്ങനെയെങ്കിൽ ഈ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പേര് പറയപ്പെടുന്ന ഈ 6 പേരെയും ഉടൻ തന്നെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ? ഇവരുടെ അറസ്റ്റിലേക്ക്, കൂടുതൽ പേരുടെ അറസ്റ്റിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുക? ഈ പെൺകുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. നമുക്ക് നിലവിൽ സൂചന ലഭിച്ചത് 6 പേര് കൂടി ഉണ്ടെന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷണത്തിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ഈ പെൺകുട്ടിയുടെ മരണത്തുമായി ബന്ധപ്പെട്ട മാനസികവും ശാരീരികവുമായി സമ്മർദ്ദത്തിലാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. തുടർച്ചയായി കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ, ഹോസ്റ്റലിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കും അന്തിമ നിഗമനത്തിലേക്ക് പോലീസ് എത്തുക. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. അതുകൊണ്ട് ചോദ്യം ചെയ്യലും കസ്റ്റഡി അപേക്ഷയും മറ്റു കാര്യങ്ങളിലൊക്കെ പോലീസ് കടക്കാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ വസ്തുത നിലവിൽ വരികയുള്ളൂ. പോലീസിന്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കുടുംബം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് തൃപ്തികരമാണ്. അതേസമയം കോളേജ് അധികൃതരെയും ഒപ്പം ഹോസ്റ്റൽ അധികൃതരെയും നിലപാടുകളും അവരുടെ ഈ ഇടപെടലുമൊക്കെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോഴും തങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ലെന്നാണ് അമ്മുവിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിലാണ് പൂർണ്ണമായി വിശ്വാസം ഉള്ളത്. ആദ്യഘട്ടത്തിൽ ആത്മഹത്യ എന്ന് തന്നെ കരുതിയിരുന്നത് ഇപ്പോൾ അത് മറ്റൊരു പ്രേരണ കുറ്റത്തിലാണെങ്കിൽ മറ്റൊരു പ്രേരണ കുറ്റം ഈ സഹപാഠികളുടെ പ്രേരണ നിമിത്തമാണ് അമ്മു ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗൗരവമുള്ള കാര്യമായിട്ടാണ് അമ്മുവിന്റെ മരണം കാണുന്നത്. അതുകൊണ്ട് കൂടുതൽ പേർക്ക് ഈ കാര്യത്തിൽ പങ്കുണ്ടോ, ഈ 3 പെൺകുട്ടികളുടെ സുഹൃത്തുക്കൾക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ, ഈ കുട്ടിയെ അത്തരത്തിൽ അവരും മാനസികമായി സമ്മർദ്ദത്തിലാക്കി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷണം നടത്താൻ സാധ്യതയുള്ളത് എന്നാണ് നമുക്കറിയുന്നത്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശശിനാരായണൻ സൂചിപ്പിക്കുന്ന പോലെ ഈ കേസുമായി അമ്മു സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് പറയുന്നു. കേസിൽ 6 പേർക്ക് പങ്കുണ്ട്. അമ്മു സജീവിനെ മാനസികമായി മറ്റ്6 പെൺകുട്ടികൾ കൂടി, സഹപാഠികൾ കൂടി ഉപദ്രവിച്ചിരുന്നു, മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. 3 പേരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ നിലവിൽ പ്രതികളായിട്ടുള്ള 3 പേരെയും ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും.